നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെന്താ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ? ഞാൻ ഒറ്റയ്ക്കല്ല, വന്ദനമ്മയുണ്ട്. വളം വയ്ക്കാൻ പോയിരിക്ക. കാലിന് വയ്യാത്തോണ്ട് എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയി. ആശ്വാസം. അങ്കിളിന്റെ മനസ്സിൽ കള്ളം വല്ലതുണ്ടോ? കള്ളോ? എന്റെ മനസ്സിൽ കള്ളമുണ്ടെന്ന് നിന്റെ അമ്മയാണോ പറഞ്ഞേ? അമ്മ പറഞ്ഞില്ല, എന്നാലും ഞാൻ ചോദിച്ചതാ. എന്റെ മനസ്സിൽ കള്ളമൊന്നുമില്ല. എന്നാലും സൂക്ഷിക്കണം കേട്ടോ. ഇവിടുത്തെ ദേവി കള്ളം കണ്ടുപിടിക്കാൻ പിടിക്കുക. തമാശയൊക്കെ വിടും മോളെ, നമുക്ക് ഗൗരവമുള്ള കാര്യം സംസാരിക്കാം. എത്ര നാളായിട്ട് മോളെ ഈ കാലും മുണ്ടി നടക്കുന്നു? ഇതൊക്കെ ചികിത്സിച്ച് മാറ്റാവുന്നല്ലേ ഉള്ളൂ. നിന്റെ വന്ദനാമ്മ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലേ? ചിന്തിക്കുന്നുണ്ട്. ഏതോ ഡോക്ടർ കാർത്തിക മാധവനെ കൊണ്ട് ചികിത്സിച്ച കാല് ശരിയാവുന്ന അമ്മയ്ക്ക് ഉറപ്പുണ്ട്. കാർത്തിക മാധവ് കേട്ടിട്ടുണ്ടല്ലോ. എന്നിട്ടെന്താ ചികിത്സ നടത്തുന്നില്ലേ? അതിന് ഒരുപാട് പണം വേണോ അങ്കിളെ? അമ്മയുടെ കയ്യില് പണമില്ല. അപ്പോ പണമാണ് പ്രശ്നം. മോള് ക്ഷേത്രത്തിൽ വെച്ചല്ലേ പണത്തിന്റെ പ്രശ്നം പറഞ്ഞത്? എല്ലാം കാണുന്നുണ്ട് ദേവി. മോളുടെ കാര്യത്തില് ദേവി ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. വന്ദനാമ്മയെ പോലെ ഒരമ്മയെ മോൾക്ക് തന്ന ദേവി മോളുടെ അസുഖം ഭേദമാക്കി തരും. എനിക്കറിയാം അങ്കിളെ, ദേവി എല്ലാം കാണുന്നവളാ. മോള് ദേവിയോട് പ്രാർത്ഥിക്ക, എല്ലാം നടക്കും. മോളുടെ വന്ദനാമ്മ വരുന്നു, ഞാൻ അങ്ങോട്ട് പോയേക്കാം. അങ്കിളിന് വന്ദനാമ്മയെ പേടിയാണോ? വന്ദനാമ്മയ്ക്ക് അങ്കിളിനെ കാണുന്നതേ ഇഷ്ടമല്ല. അങ്കിൾ പോട്ടെ. അങ്കിളെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനിവിടെ വന്നെന്നു നിന്നെ കണ്ടെന്നു വന്ദനമ്മയോട് പറയരുത്. എന്നെ ഓടിച്ചിട്ട് പിടിച്ച് കാണിച്ച് കീറിക്കളെ. സിംഹ വന്ദനമ്മ, സിംഹം. നീ എന്ത് ചിരിക്കുന്നേ? വന്ദനാമ്മ സിംഹമാണെന്ന്. സിംഹം എന്നാര് പറഞ്ഞു? ഞാൻ സിംഹാണെന്ന് മോൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, വന്ദനമ്മ പാവം. എന്നാലേ സിംഹം മറ്റൊരാളാ, മറ്റൊരാൾ. അതാരാ? അതൊക്കെയുണ്ട്, പറയാം. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.